ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നല്ല അടിപൊളി അസേലി പ്ലാന്റും അതുപോലെ തന്നെ കമേലി പ്ലാന്റിന് ന്യൂ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ന്യൂ സ്റ്റോക്ക് വന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അസേലി ആയാലും കമേലി ആയാലും 4 കളറുകളിലാണ് കൊടുക്കുന്നത്. 4 കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. 380 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. അതായത് അസേലി പ്ലാന്റിൻ്റെയും 4 കോംബോയ്ക്ക് വരുന്ന റേറ്റ് 380, അതുപോലെ തന്നെ കമേലി പ്ലാന്റിൻ്റെയും കോംബോയ്ക്ക് വരുന്ന റേറ്റ് 380 ആണ് വരുന്നത്. പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചു തരുന്നത്. നമ്മുടെ അസേലി പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നല്ല പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു അസേലിയ പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതുവരെ കാണാത്തവരായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു പോവാണ്. നമ്മുടെ ഈ ഒരു അസേലിയ പ്ലാന്റിന് വരുന്ന പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണ് ഒരുപാട് വേണ്ട. ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവയാണ് പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂട്ടത്തിൽ കരിക്കൽപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ വാട്ടറിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോഴായാലും നനച്ചാൽ മതി. നമ്മുടെ പ്ലാന്റിന് ഒരു കംപ്ലൈൻറ്റും വരില്ല. നല്ല പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടണമെങ്കിൽ ഡെയിലി നനയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിന് ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ തടയാനായിട്ട് നമുക്ക് സാഫ് ഉപയോഗിക്കുന്നതാണ്. പോട്ടി മിക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു വളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കമേലിക്കായാലും അസേലിക്കായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമേലി പ്ലാന്റ് ആണ് വരുന്നത്. കമേലി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ലീഫാണ് ഇതിനുള്ളത്. ഇലയ്ക്ക് നല്ല കട്ടിയുണ്ട്. അതുപോലെ തന്നെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ റോസാപ്പൂ പോലെ അതിനേക്കാൾ കൂടുതൽ കട്ടിയിലാണ് ഈ ഒരു കമേലി പ്ലാന്റിൻ്റെ കോംബോ വരുന്നത്. ഇതിൻ്റെ ഒരു ഫ്ലവർ വരുന്നത് അടിപൊളി പ്ലാന്റാണ്. നമുക്ക് ഒരുപാട് വർഷത്തേക്ക് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ കമേലി. അതുപോലെ തന്നെ അസേലിയ എന്ന് പറയുന്ന പ്ലാന്റ് വാങ്ങി വെച്ചാൽ ഒരു നഷ്ടം നമുക്കില്ല. ചീഞ്ഞു പോകുമോ അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഒരു പ്ലാന്റിന് വരുന്നതില്ല. നല്ല കട്ടിയുള്ള ലീഫാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് നാശമാവുകയില്ല പെട്ടെന്ന് തന്നെ. അപ്പം നമ്മുടെ ഈ ഒരു കമേലി പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവയാണ് നമ്മുടെ ഈ ഒരു കമേലി പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. നമുക്ക് പരമാവധി കറുത്ത മണ്ണ് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കമേലിക്കായാലും അസേലിക്കായാലും കറുത്ത മണ്ണ് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചുവന്ന മണ്ണിനേക്കാളും കൂടുതൽ കറുത്ത മണ്ണായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയും ചുവന്ന മണ്ണേ ഉള്ളെങ്കിൽ അതും വിഷയമില്ല കേട്ടോ. നമ്മുടെ പ്ലാന്റ് എങ്ങനെയായാലും വളർന്നോളൂ. അതോടൊപ്പം നമ്മുടെ അസേലി പ്ലാന്റ് 2 ദിവസം കൂടുമ്പോഴായാലും നനച്ചാലും മതി. പക്ഷെ കമേലി പ്ലാന്റ് ഡെയിലി നനയ്ക്കുന്നത് നല്ലതാണ്. നല്ല തണുപ്പോടുകൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു കമേലിയ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഒരു അടിപൊളി കോംബോ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക.